ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റോയ് വേൾഡ്. റോയ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് ഫ്രോൺസ് വണ്ടിയാണ്. അപ്പോൾ ഈ ഫ്രോൺസ് വണ്ടിയിൽ എന്തൊക്കെ വർക്കുകൾ നമുക്ക് ചെയ്യാം, ഒരു ഫ്രോൺസ് വണ്ടി എങ്ങനെ നമുക്ക് നല്ല ബ്യൂട്ടി ആക്കി എടുക്കാം എന്നുള്ളതിൻ്റെ ഒരു വർക്കാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ വിൻഡോ ഗാർണിഷ് ലോവർ, ഇപ്പോൾ ബാക്കിൽ നമ്മൾ വിൻഡോ ഗാർണിഷ് ലോവർ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇതേ ക്വാർട്ടർ ഗ്ലാസ്സിലേക്ക് ഉള്ളത് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അടിയിൽ എന്നുവെച്ചാൽ ബാക്കിൽ ബമ്പറിൻ്റെ ഏറ്റവും അടിയിൽ ഒരു സ്കിഡ് പ്ലേറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടും ബാക്ക് രണ്ട് പീസാണ് നമുക്ക് ആ സ്കിഡ് പ്ലേറ്റ് വരുന്നത്. അതേപോലെ ഈ ഭാഗത്ത് നമ്മളിത് വിൻഡോ ഗാർണിഷ് ലോവർ പകുതി ഒട്ടിച്ചിട്ടുള്ള ഫ്രണ്ട് ഡോറിൽ ഒട്ടിച്ചിട്ടില്ല. ബാക്കിലും അതേപോലെ തന്നെ ക്വാർട്ടർ ഗ്ലാസ് നമ്മൾ ഒട്ടിച്ചു. ആ സ്കിഡ് പ്ലേറ്റ് ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. ഇതാണ് നമ്മുടെ സ്കിഡ് പ്ലേറ്റ് വരുന്നത്. ഇതിൻ്റെ പ്രത്യേകത കണ്ട ഇത് അരുവിനോടെ തന്നെ ഒരു ബോർഡറിലായിട്ടൊരു റെഡ് ലൈനും കൂടി അതിൽ വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇത് വണ്ടിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടും ബാക്കും വണ്ടിക്ക് വെക്കുമ്പോൾ നല്ല ഷോയാണ്. സാധാരണ നമുക്ക് ഇപ്പോൾ ഫ്രോൺസിൻ്റെ വണ്ടി എടുക്കുമ്പോൾ ഫുൾ ഓപ്ഷനിലുണ്ടെന്ന് തോന്നുന്നു. ബാക്കി ബേസ് മോഡലിലൊന്നും ഈ ഇത് വരുന്നില്ല, സ്കിഡ് പ്ലേറ്റ് വരുന്നില്ല. ഇത് സെപ്പറേറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. അതേപോലെ ഇതിലേക്ക് നമ്മൾ സീറ്റ് കവർ ചെയ്യുന്നുണ്ട്. സീറ്റ് കവർ നമ്മൾ ചെയ്യുന്നത് ബ്ലാക്കും അതേപോലെ തന്നെ കോഫി ബ്രൗൺ ആണ്. ഇപ്പോൾ നമുക്കറിയാം അതേ സ്റ്റിയറിംഗ് കവറും നമ്മൾ അതേപോലെ തന്നെ ബ്ലാക്കും കോഫി ബ്രൗണാണ് ചെയ്യണത്. നമുക്ക് ഈ വണ്ടിയുടെ സീറ്റിൽ ഡാഷ് ബോർഡിലും അതേപോലെ തന്നെ ഡോർ പാഡിലും ഈ കോഫി ബ്രൗൺ വരുന്നുണ്ട്. അതേപോലെ തന്നെ അടിയിൽ വിനൈൽ മാറ്റ്, നല്ല അടിപൊളിയായിട്ടൊരു വിനൈൽ മാറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ആംറസ്റ്റ് വിനൈൽ മാറ്റോടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ആംറസ്റ്റ് നമ്മളിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആംറസ്റ്റ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് OE ആംറസ്റ്റ് അല്ല, സാധാരണ യൂണിവേഴ്സൽ ഒരു ആംറസ്റ്റാണ് നമ്മളിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സീറ്റിൻ്റെ വർക്കൗട്ട് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. സീറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡയമണ്ട് കട്ടിൽ ഫുൾ ബ്ലാക്കിൽ സൈഡിൽ ബോർഡർ നമ്മൾ കൊടുത്തേക്കുന്നത് കോഫി ബ്രൗൺ ആണ്. കോഫി ബ്രൗൺ കൊടുക്കാനുള്ള കാരണം അറിയാം, നമുക്ക് ആ വണ്ടിയിൽ ഫ്രോൺസിൽ നമുക്കറിയാം ഡാഷ് ബോർഡിൽ അതേപോലെ ഡോറിൻ്റെ പാഡിലൊക്കെയും ഈ കോഫി ബ്രൗൺ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നല്ല ശരിക്കും മാച്ചാവുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു സീറ്റ് കവർ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതേപോലെ സീറ്റ് കവറും അതേപോലെ ഫുൾ വർക്ക് ചെയ്തതിൻ്റെ കുറേ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഫ്രോൺസിൻ്റെ ചെയ്ത് കിടക്കുന്നുണ്ട് കേട്ടോ. കണക്ഷൻ ടൈൽ ലാമ്പ് വരെ മാറ്റിയതിൻ്റെ വീഡിയോസ് നമ്മളിൽ കിടക്കുന്നുണ്ട്. ഇപ്പോൾ അതേ നമ്മുടെ റൈറ്റ് സൈഡിൽ ഫുള്ള് വിനൈൽ മാറ്റ് വിരിച്ചു കഴിഞ്ഞു. ഈ വിനൈൽ മാറ്റും വളരെ ആവശ്യമുള്ളൊരു സംഗതിയാണ് നമ്മുടെ വണ്ടിയുടെ ഉള്ളിലേക്ക്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ഉള്ളിൽ വെള്ളം കയറിയ കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഭക്ഷണത്തിൽ നിന്നുള്ള അതിൻ്റെ കറിയുടെ ചാറ് അല്ലെങ്കിൽ അതേപോലെ തന്നെ പാല് പാക്കറ്റിൽ നിന്ന് പൊട്ടി അല്ലെങ്കിൽ നമ്മൾ മഴയത്ത് വണ്ടിയിൽ കയറിയിട്ട് വരുന്ന വെള്ളം കയറിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ വിനൈൽ മാറ്റിൻ്റെ ഫുള്ള് വർക്കിംഗ് കഴിഞ്ഞു. അതേപോലെ നമ്മൾ സ്റ്റിയറിംഗ് കവർ നല്ല അടിപൊളിയായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഇതാണ് ആംറസ്റ്റ് വരുന്നത്. ആംറസ്റ്റിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, യൂണിവേഴ്സൽ ആംറസ്റ്റ്. അതേപോലെ സീറ്റ് നമ്മൾ കയറ്റി, സീറ്റൊക്കെ കയറ്റിയപ്പോൾ ശരിക്കും നല്ല മാച്ചായി വണ്ടിയിലേക്ക്. ആ ബ്ലാക്ക് അതേപോലെ തന്നെ കോഫി ബ്രൗൺ. പിന്നെ ഫ്രോൺസ് എന്ന് എഴുതിയിട്ടുള്ള ഒരു സിൽ പ്ലേറ്റ് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്, ഡോർ സിൽ പ്ലേറ്റ്. പിന്നെ നമ്മളിൽ ചെയ്തിട്ടുള്ളതാണ് ഈ കമ്പനി സ്റ്റീരിയോയിലേക്ക് ഒരു ക്യാമറ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ക്യാമറയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വൈഡായിട്ട് കാണാവുന്ന ഒരു ക്യാമറയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ സ്റ്റിയറിംഗ് കവർ നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് സീറ്റിൻ്റെ അതേ മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും വർക്കുകളാണ് നമ്മളിൽ ചെയ്തിട്ടുള്ളത്. അതേപോലെ സ്കിഡ് പ്ലേറ്റ്, ഫ്രണ്ട് ബാക്ക് സ്കിഡ് പ്ലേറ്റ് നമ്മൾ ഫിറ്റ് ചെയ്യണമെന്ന കാര്യം പറഞ്ഞിരുന്നു, അതുകൂടി നമുക്കൊന്ന് കാണാം. ഇതാണ് നമ്മുടെ സ്കിഡ് പ്ലേറ്റ് വരുന്നത്, ബാക്കിലത്തെയും അതേപോലെ തന്നെ ഫ്രണ്ടിലും വരുന്നുണ്ട്. ശരിക്കും വരുമ്പോൾ നല്ല ഉടുപ്പാണ്. മറ്റേതൊരു സിൽവറിൻ്റെ ഒരു പീസ് മാത്രമാണ് അതിൻ്റെ അടിയിൽ ശരിക്കും വരുന്നുള്ളൂ. ഇത് വരുമ്പോൾ ശരിക്കും നല്ല ഷോയാണ്. അതേപോലെ തന്നെ നമ്മൾ വിൻഡോ ഗാർണിഷ് ലോവർ ഫുള്ളായിട്ട് നമ്മൾ ഒട്ടിച്ചു. ഫ്രണ്ടിലത്തെയും സ്കിഡ് പ്ലേറ്റ് നമുക്ക് കാണാം. കണ്ട, ഇത് ശരിക്കും നല്ല ഷോ വരുന്ന ഒരു ഐറ്റം. വണ്ടിക്ക് നല്ല ഇടുപ്പുണ്ടാവും ഇത് വരുമ്പോൾ. സാധാരണ ബേസ് മോഡലിലൊന്നും ഇത് വരുന്നില്ല. ഫുൾ ഓപ്ഷനിൽ കമ്പനി കൊടുക്കണമെന്ന് തോന്നുന്നു. അതേപോലെ തന്നെ വേറെ പ്രത്യേകത, ഡോർസിൽ പ്ലേറ്റിൻ്റെ കേസ് ഞാൻ പറഞ്ഞൊരു 4 പീസ് നമുക്ക് വരുന്നുണ്ട് കേട്ടോ. ഡോർസിൽ പ്ലേറ്റ് 4 ഡോറിലേക്കും വരുന്നുണ്ട്. അതേപോലെ തന്നെ ഷോ വരുന്നൊരു ഐറ്റം കൂടിയാണ് നമ്മുടെ വിൻഡോ ഗാർണിഷ് ലോവർ. ഈ ബാക്കിലത്തെ സിൽ പ്ലേറ്റ് ഇത്തിരി ചെറുതാണ് കേട്ടോ, ഡോർസിൽ പ്ലേറ്റ്. ഇനി മാത്രമല്ല ഒരു 5D മാറ്റും കൂടി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. 5D മാറ്റ് നമ്മൾ Q-Pro എന്ന് പറഞ്ഞ കമ്പനിയുടെ 5D മാറ്റാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. വിനൈൽ മാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഏറ്റവും നല്ലത് 5D മാറ്റ് ചെയ്യുന്നതാണ്. 3D മാറ്റൊന്നും ഇട്ടിട്ട് കാര്യമില്ല, അതൊക്കെ സ്ലിപ്പായിക്കൊണ്ടിരിക്കും. 5D മാറ്റിൻ്റെ പ്രത്യേകത ബാക്കിലേക്ക് ഒറ്റ പീസാണ് വരുന്നത്. അത് കറക്റ്റാണ് കണ്ട, കട്ടിങ്സൊക്കെ കറക്റ്റായ കാരണം കറക്റ്റായിട്ട് അതിൽ കിടക്കും. നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും നമുക്കതിൽ വരുന്നില്ല. അപ്പോൾ നമ്മൾ ഈ വണ്ടിയിൽ ഇത്രയധികം വർക്കുകൾ നമ്മളിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി നമ്മൾ ചെയ്തിട്ടുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ അടിപൊളി നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മളിലേക്ക് ചെയ്തിട്ടുള്ളത്, സീറ്റ് കവർ ഉൾപ്പെടെ.
അതേപോലെ തന്നെ നമ്മുടെ വിൻഡോ ഗാർണിഷ് ലോവറും അതിൻ്റെ ഒന്നും കളറ് പോവില്ല, നല്ല ക്വാളിറ്റിയുള്ള ഐറ്റാണ്. അതുപോലെ ഈ 5D മാറ്റും നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമുക്കതൊന്നൊരു ടൈറ്റ് ചെയ്യാനുണ്ട്, സീറ്റ് അതൊന്ന് ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഡോർ മറ്റേ ആംറസ്റ്റ് നമുക്ക് ഓയി ആംറസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. ഫ്രോൺസിനൊക്കെ ഓയി ആംറസ്റ്റ് വരുന്നുണ്ട്. നമ്മൾ യൂണിവേഴ്സലാണ് വെച്ചിരിക്കുന്നത്. ഈ യൂണിവേഴ്സൽ ആംറസ്റ്റാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ കസ്റ്റമറായിട്ടൊന്ന് സംസാരിക്കാമെങ്കിൽ. അപ്പൊ ഈ ഫ്രോൺസിന്റെ വർക്കാണ് നമ്മളിന്ന് ചെയ്ത വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ കസ്റ്റമർ എന്റെ കൂടിണ്ട്. അപ്പൊ ആള് വരുന്ന സ്ഥലം ആള് പറയും. ആള് വരുന്നത് അന്തിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ആള് വരുന്നത്. നമ്മുടെ യൂട്യൂബ് നല്ല രീതിയിലുള്ള ഡിസ്കൗണ്ടും പിന്നെ നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ, അപ്പൊ നല്ല തൃപ്തിയുണ്ട്. ഓക്കെ, അപ്പൊ ശരി. അപ്പൊ നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോസ് കണ്ടിട്ട് ആൾക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ആള് വന്നത്. ആൾക്ക് ഇവിടെ വന്നിട്ട് നമ്മുടെ വർക്കും കാര്യങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ടു ആണ് ആള് പറഞ്ഞത്. ആള് വന്നേക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ഭാഗം അന്തിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. അപ്പൊ ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.